ഈ ഒരു ജോലി ചെയ്യാൻ കഴിയുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. കേവലം പുസ്തകത്തിൽ ഇരുന്ന് മാത്രം പഠിക്കുന്ന ആളുകളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. KSEBയുടെ വർക്കർ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഒരുപാട് സംശയങ്ങളാണ് എൻട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ താഴെയും നിങ്ങളുടെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം കമന്റുകളും ചോദിച്ചിരിക്കുന്നത് ബിടെക് ഓർ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് KSEB വർക്കർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് യെസ് ഓർ നോ എന്നുള്ള ഒരൊറ്റ ആൻസറിൽ ഞാനിത് ഒതുക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും KSEB വർക്കർ പോസ്റ്റിലേക്ക് ബിടെക്കാർക്കും അതേപോലെ ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്, അപ്ലൈ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യുന്നുണ്ടാവും. ഒന്ന്, ടെക്നിക്കലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആൻസറും, രണ്ടാമത്തത് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിനുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് പറ്റുമോ അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചസുകാർക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചസുകാർ, അതേപോലെ VHSC കഴിഞ്ഞ ആളുകൾ, ഇവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞ, KGC ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പരിശോധിച്ച് പോകാം. അതിനുശേഷം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, അത്യാവശ്യം കോമ്പൻസേഷൻ, അതായത് വർക്കർ പോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സാലറി ആണെന്നൊന്നും വിചാരിക്കരുത്. 24,400 മുതൽ 43,600 വരെയുള്ള ഒരു മികച്ച പേ സ്കെയിൽ തന്നെയാണ് ഈ വർക്കർ പോസ്റ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ITI ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സാലറി തന്നെയാണിത്. അതേപോലെ തന്നെ ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2/1/1986 മുതൽ 1/1/2008 വരെയുള്ള ഇടയിലുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, റിലാക്സേഷൻ വരുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 3 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഏത് ജില്ല സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. കാരണം ഒന്നിലധികം ജില്ലകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആപ്ലിക്കേഷൻ റിമൂവൽ ആവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഒരു ജില്ല സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് ജില്ല സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബിടെക് ഓർ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ് എന്നുള്ളത് തന്നെയാണ് ആൻസർ. അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ, വൈ ഐ ആം ഇന്നെലിജിബിൾ എന്ന് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇന്നെലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ വൈ ഐ ആം ഇന്നെലിജിബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 10th ലെവൽ NTC ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോൾ അവിടെ നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ ഇൻ പ്രൊഫൈൽ കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ അവിടെ കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. അത് വയർമാൻ, ഇലക്ട്രീഷ്യൻ, വയർമാൻ ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിലേത് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇലക്ട്രീഷ്യൻ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് പ്രൊഫൈലിലൂടെ അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ചിലർക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡീബാർ ചെയ്യും, നിങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കുന്നു, യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ബിടെക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് PSCയുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് അത് കാരണം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. സോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഘട്ടത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൗട്ട് തന്നെയാണ്. അതായത് നമ്മുടെ റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആൻഡ് ഇക്വലന്റ് ആണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് 2-year നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ബദലായിട്ടാണ്, ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ബിടെക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കാരണം ഇവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് റൂൾ 10A പ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അത് റൂൾ 10A കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് റൂൾ 10A. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ഇഷ്യൂസും ഇവിടെ വരുന്നില്ല. പക്ഷേങ്കിൽ ഇവിടെ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുള്ളത്,
അതായത് ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ ഓർഡറിലൂടെയോ അല്ലെങ്കിൽ പുതിയൊരു നോട്ടീസിലൂടെയോ ഈ ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ അപ്ലൈ ചെയ്യിക്കരുത് അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷെ അവർ പറയാണ് ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിന് ഇൻഎലിജിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആര് ഇൻഎലിജിബിൾ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും നമ്മൾ ഇൻഎലിജിബിൾ ആവും അല്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ആസ് ഓഫ് നൗ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആസ് ഓഫ് നൗ ഇപ്പൊ യാതൊരു ഇഷ്യൂസും ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KCB വർക്കർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഗവൺമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അതേപോലെ സാധ്യതയുള്ള മറ്റൊരു പോസിബിലിറ്റിയാണ് ഇതൊരു നിയമവ്യവഹാരത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. അതായത് ബിടെക്കുകാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ITIക്കാർ സ്വാഭാവികമായിട്ടും ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലോ ഒക്കെ കേസിന് പോകും. അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇതിന് മുന്നുള്ള ഓപ്പറേറ്റർ തസ്തികയിലും ഇതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ബിടെക്കുകാർക്ക് അനുകൂലമായിട്ടാണ് കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കേസ് കൂടി സാധ്യത കൂടി നിങ്ങൾ മുന്നിൽ കാണണം. അതായത് 100% നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോസ്റ്റ് എഴുതിയെടുക്കാമെന്നും നിങ്ങൾ 100% ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള ഒരു ഡേഞ്ചർ സൈഡ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു കാര്യം, അതായത് ഇത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ഡീമോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അതായത് ഇതെല്ലാം ബിടെക്കുകാരും ഡിപ്ലോമക്കാരും കൊണ്ടുപോയി ഞങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ അവസരമൊന്നും ആരും നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം ഇതിൽ കേവലം ഒരു ടെസ്റ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതേപോലുള്ള സ്കിൽ ടെസ്റ്റ്, അതായത് 9 മീറ്റർ 8 മിനിറ്റ് കൊണ്ട് മസ്റ്റ് ബി അസെൻഡ് ആൻഡ് ഡിസെൻഡ് വിത്തിൻ ദ ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ടെസ്റ്റൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു ജോലി ചെയ്യാൻ കഴിയുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. കേവലം പുസ്തകത്തിൽ ഇരുന്ന് മാത്രം പഠിക്കുന്ന ആളുകളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ല. ഭൂരിഭാഗം ആളുകളും ITക്കാർ തമ്മിൽ തന്നെയായിരിക്കും കോമ്പീറ്റ് ചെയ്യുക. കാരണം ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ITക്കാർക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ബിടെക്കുകാർ അപ്ലൈ ചെയ്ത് നിങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാലും ഇതൊരു പക്ഷേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ഇത് ഉറപ്പായിട്ടും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഹൈറ്റും വിഷനും ഒക്കെ ഉള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്ലൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ITക്കാർ ഇതിൽ ഡിമോട്ടിവേറ്റഡ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഇനിയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ചോദ്യം. ഇത് ബിടെക് ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ചോദ്യം വരുന്നത്. ITക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ബിടെക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യണോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ആണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സജഷൻ ആണ്. ഇത് ലോജിക്കലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നെഗ്ലക്ട് ചെയ്യാം. എൻ്റെ ആൻസർ അപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം ഇതൊരു KCB വർക്കർ പോസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. ഭാവിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയും ഒക്കെ നിലവിലുള്ള, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ വൈസ് സബ് എഞ്ചിനീയർ വരെ ആവാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസും ഡിപ്പാർട്ട്മെന്റ് എക്സാംസും ഒക്കെ ഉള്ള ഒരു എക്സാം തന്നെയാണ് KCB വർക്കർ പോസ്റ്റ് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക തന്നെ വേണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓർഡർ മൂലം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാലോ ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ ഒരിക്കലും ഈ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്. അതായത് ഞാൻ ഇപ്പോൾ എക്സാമിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ KCB സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കലുകാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ്, ഡിപ്ലോമയും ബിടെക് ഒക്കെ ഉള്ള ആൾക്കാർക്ക്. നിങ്ങൾ ആ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് യാതൊരു റിഗ്രറ്റിനും പ്രസക്തിയില്ല. കാരണം ആ ഒരൊറ്റ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ആ ജോലിയിൽ എത്താൻ പറ്റും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ 100% ഇതിനു വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് പഠിക്കുന്ന ഒരു രീതി നിങ്ങൾ ഇവിടെ അവലംബിക്കരുത്. കാരണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക, എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. ഇനി റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കുമെങ്കിൽ അങ്ങനെ വരട്ടെ, അത് ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക. അതല്ലാതെ ഇത് KCB വർക്കർ എന്തായാലും നമുക്കത് മാത്രം വേറൊരു പോസ്റ്റും വേണ്ട എന്ന രീതിയിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് സമയം മാറ്റി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞ പോലെ ആസ് ഓഫ് നോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ് ഓർഡറിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ
വന്നാലോ ഒരു കേസിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ എലിമിനേറ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു നിരാശ വരാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ പ്രധാനപ്പെട്ട എക്സാംസുകൾക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് KSEB വർക്കറും അതേപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അതായത് IT ഇലക്ട്രീഷ്യൻ അതേപോലെ തന്നെ വയർമാൻ വന്നതുകൊണ്ടാണ് ഇവിടെ ബിടെക്കാരുടെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ബിടെക് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ സജഷൻ അപ്ലൈ ചെയ്യണം. എന്നാൽ ഇതിനു വേണ്ടി മാത്രമായിരിക്കരുത് നിങ്ങളുടെ പ്രിപ്പറേഷൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൽ ഒന്ന് തന്നെയാണ് KSEB വർക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഒരു പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ബാക്കപ്പ് ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള എൻ്റെ ടേക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. IT-കാർ നിരാശപ്പെടേണ്ട കാര്യമില്ല, ബിടെക്കുകാർ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, പിന്നെ IT-കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, IT-കാർ വീഡിയോയുടെ താഴെ പറയുന്നുണ്ട് ഈ ബിടെക്കുകാർ എല്ലാ അവസരങ്ങളും കൊണ്ടുപോവുകയാണ്, ഞങ്ങളുടെ അവസരങ്ങളൊക്കെ ഇവർ തട്ടിയെടുക്കുകയാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാലും അത് ബിടെക്കാരാണെങ്കിലും IT-കാരാണെങ്കിലും ഡിപ്ലോമക്കാരാണെങ്കിലും തൊഴിലവസരങ്ങൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ജോലിയുള്ള ആളുകളൊന്നും അല്ല ഈ KSEB വർക്കർ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കമൻസുകളൊക്കെ ഒഴിവാക്കുക. അതായത് ബിടെക്കാർ നിങ്ങൾ അവസരം തട്ടിയെടുക്കുന്നോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഓവർകം ചെയ്യുന്നു അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതൊരു തൊഴിലാണ്, അതായത് ഇതൊരു ഗവൺമെൻറ് എക്സാം ആണ്, ഇത് നേടിയെടുക്കാനുള്ള ശ്രമമാണ്. അതിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. ആരാണോ ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ആരാണോ കമ്മിറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്കായിരിക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. അവരിൽ ഒരാളാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എൻട്രിയുടെ KSEB വർക്കർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും.